ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ബഷീർ ദിന ക്വിസ്. ഏതു വർഷമാണ് ബഷീറിനോടൊപ്പം ബാലാമണി അമ്മയും ചേർന്ന് വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ടത്? ഉത്തരം 1993 ബഷീറിനോടൊപ്പം ബാലാമണി അമ്മയും ചേർന്ന് വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ടത്. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും കൃതിയിലെ കഥാപാത്രങ്ങളാണ് കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നിവർ. ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ബഷീറിന്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ എന്ന കൃതി രചിച്ചത് എന്നാണ്? ഉത്തരം 1973. ബഷീറിന്റെ കൃതിയെ ആസ്പദമാക്കി എടുത്ത ഏത് ചലച്ചിത്രത്തിലാണ് സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്തത്? ഉത്തരം മതിലുകൾ എന്ന ചിത്രത്തിൽ. ഒരിടത്തൊരു സുൽത്താൻ എന്ന പേരിൽ കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന ബാലസാഹിത്യ കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ഒരിടത്തൊരു സുൽത്താൻ രചിച്ചത് കിളിരൂർ രാധാകൃഷ്ണൻ. ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം പെരുമ്പടവം ശ്രീധരൻ. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന ബഷീറിന്റെ കൃതിയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഉത്തരം മുച്ചീട്ട് കളിക്കാരന്റെ മകളിലെ പ്രധാന കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം റൊണാൾഡ് ഇ ആഷർ. ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവൽ സിനിമയാക്കിയപ്പോൾ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം പി ഭാസ്കരനാണ് ബാല്യകാല സഖി സംവിധാനം ചെയ്തത്. ഭാർഗവി നിലയം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? ഉത്തരം എ വിൻസെന്റ് ആണ് ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയാണ്? ബഷീറിന്റെ കഥാപാത്രം ഉത്തരം നൽകിയത് എന്താണ്? ഉത്തരം ഇമ്മിണി ബല്യ 1. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം കാണിക്കുന്ന ബഷീർ കൃതി ഏതാണ്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. ബഷീറിന്റെ കൃതിയാണ് ഒഴിഞ്ഞ വീട്. ഒഴിഞ്ഞ വീട് എന്ന കൃതിയിൽ ബഷീർ ചിത്രകാരനായി സങ്കല്പിച്ചത് ആരെയാണ്? ഉത്തരം ബഷീറിന്റെ ഒഴിഞ്ഞ വീട് എന്ന കൃതിയിൽ ചിത്രകാരനായി സങ്കല്പിച്ചത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച ഒരു മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കഥ ഏതാണ്? ഉത്തരം തേന്മാവ് എന്ന കഥ. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? ഉത്തരം പ്രേമലേഖനത്തിന്റെ സംവിധായകൻ പി എ ബക്കർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത്? ഉത്തരം ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയപ്പോൾ. ബഷീറിനെ കുറിച്ച് എന്റെ ബഷീർ എന്ന പേരിൽ കവിത രചിച്ചത് ആരാണ്? ഉത്തരം കൽപ്പറ്റ നാരായണനാണ് ബഷീറിനെ കുറിച്ച് എന്റെ ബഷീർ എന്ന പേരിൽ കവിത രചിച്ചത്. ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം എം കെ സാനു. സാഹിത്യ ലോകത്തു നിന്ന് ബഷീറിന്റെ ഏത് കൃതിക്കാണ് ഏറെ വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ളത്? ഉത്തരം ശബ്ദങ്ങൾ എന്ന ബഷീർ കൃതിക്ക്. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏതാണ്? ഉത്തരം യാ ഇലാഹിയാണ് ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? ഉത്തരം സോജ രാജകുമാരി എന്ന ഗാനം. ബഷീർ ജയിൽവാസം അനുഭവിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ബഷീർ ജയിൽവാസം അനുഭവിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളെല്ലാം വളരെ വ്യത്യസ്തമാണ്. അത്തരത്തിൽ ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? ഉത്തരം നേരും നുണയും എന്ന കൃതി. ഒന്നും ഇമ്മിണി ബല്യ 1 എന്ന പ്രയോഗം ഏത് കൃതിയിലാണ് ബഷീർ ഉപയോഗിച്ചിരിക്കുന്നത്? ഉത്തരം ബാല്യകാല സഖി എന്ന കൃതിയിൽ. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരെന്താണ്?
ഉത്തരം പൂവമ്പഴം. ബഷീറിന്റെ നാരായണി എന്ന കഥാപാത്രമുള്ളത് ഏത് നോവലിലാണ്? ഉത്തരം മതിലുകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് നാരായണി. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം ഗാന്ധിജിയെ കാണുവാൻ വേണ്ടിയാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്. പ്രഭ എന്ന തൂലികാനാമത്തിൽ ഉജ്ജീവനത്തിൽ ലേഖനങ്ങൾ എഴുതിയത് ആരാണ്? ഉത്തരം പ്രഭ എന്ന തൂലികാനാമത്തിൽ ഉജ്ജീവനത്തിൽ ലേഖനങ്ങൾ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ. മരിക്കുന്നതിനു മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കഥ ഏതാണ്? ഉത്തരം തേന്മാവ് എന്ന കഥ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി. ബഷീറിന്റെ പ്രശസ്ത നോവലായ പാത്തുമ്മയുടെ ആട് പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? ഉത്തരം 1959 പാത്തുമ്മയുടെ ആട് പ്രസിദ്ധീകരിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കൃതിയുടെ മറ്റൊരു പേരാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ താര സ്പെഷ്യൽസ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? ഉത്തരം 1968 താര സ്പെഷ്യൽസ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്. പ്രേം നസീർ അഭിനയിച്ച ഭാർഗവി നിലയം എന്ന ചലച്ചിത്രം ബഷീറിന്റെ ഏത് കൃതിയെ ആസ്പദമാക്കിയാണ്? ഉത്തരം നീലവെളിച്ചം എന്ന കൃതിയെ ആസ്പദമാക്കി. ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ നായകനായി വേഷമിട്ടത് ആരായിരുന്നു? ഉത്തരം മധുവാണ് ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ നായകനായി വേഷമിട്ടത്. ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും വളരെയധികം സ്വാധീനിച്ച ഒരു മരമുണ്ട്. ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റിനാണ് ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും വളരെയധികം സ്വാധീനിച്ച മരം. ബഷീർ തന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി എന്ന പത്രത്തിലായിരുന്നു. ഏതായിരുന്നു ആ കഥ? ഉത്തരം തങ്കം എന്ന കഥ. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകാൻ ആഗ്രഹിച്ച പേരെന്താണ്? ഉത്തരം ആകാശമിഠായി എന്ന പേര്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൾ ഷാഹിന കഥാപാത്രമായി വന്ന നോവൽ ഏതാണ്? ഉത്തരം ബഷീറിന്റെ മകൾ ഷാഹിന കഥാപാത്രമായി വന്ന നോവലാണ് മാന്ത്രികപ്പൂച്ച. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്താണ്? ഉത്തരം ബഷീറിന്റെ ഐരാവതങ്ങൾ. ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിന്റെ പേരെന്താണ്? ഉത്തരം ബഷീർ എഴുതിയ ഒരേ ഒരു നാടകം കഥാബീജം. ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം എന്ന നോവലിലെ കഥാപാത്രമാണ് ആകാശമിഠായി. ബഷീറിന്റെ മാന്ത്രികപ്പൂച്ച എന്ന നോവൽ ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം 1968. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം ഇ സന്തോഷ് കുമാർ. ഏത് വർഷം മുതലാണ് ബഷീർ സാഹിത്യ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത്? ഉത്തരം 2008 മുതലാണ് ബഷീർ സാഹിത്യ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത്. ഇ സന്തോഷ് കുമാറിന് ഏത് പുസ്തകത്തിനാണ് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം നാരകങ്ങളുടെ ഉപമ എന്ന ഇ സന്തോഷ് കുമാർ പുസ്തകത്തിന്. ബഷീറിന്റെ കൃതിയായ ബാല്യകാല സഖിയെ പഠനവിഷയമാക്കിയത് ആരാണ്? ഉത്തരം കുട്ടിക്കൃഷ്ണമാരാരാണ് ബഷീർ കൃതിയായ ബാല്യകാല സഖിയെ പഠനവിഷയമാക്കിയത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.